വരുന്നേ? എങ്ങോട്ട് പോകും? എന്തിനാ അഭിനയോ? ഞാൻ വിളിക്കാം പടിഞ്ഞാറത്തെ പോലീസിന്. ഞാൻ വിളിക്കാം. നിന്റെ അഭ്യാസം, നീ അഭ്യാസം കളിക്കല്ലേ? വിളിക്കടീന്നോ? എന്താണ് വിളിക്കടീന്ന്? സ്ഥലം വിറ്റിട്ടില്ലെന്നോ? ഞാൻ ആ ഫോണിൽ കൂടെ മുഴുവൻ കേട്ട് കഥ. എന്തിനാ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നേ? എന്തിനാ എന്റെ ചോര കുടിക്കുന്നേ? എന്റെ ചോര എന്തിനാ കുടിക്കുന്നേ? എന്റെ ചോര എന്തിനാ കുടിച്ചത്? എങ്ങോട്ട് വരാണ്? എങ്ങോട്ട് പോകുന്നു? അടക്കില്ല, പൂട്ടിയിടും ഞാൻ ഇതിനകത്ത്. ആഹാ, എന്ത് പൂട്ടിച്ചേരാന്ന്? എന്ത് പൂട്ടി? നീ അഭിനയ സിംഹമാണ്. നീ മക്കളെ കെട്ടിയവനെ തമ്മിൽ അടുപ്പിക്കുകയാണ്. ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ല കുഞ്ഞോൻചായ, ഞാൻ പറഞ്ഞില്ലെന്ന് വിറ്റ കാര്യല്ലേ? അങ്ങേരെ തീറ്റ കൊടുത്ത് അങ്ങേരെ പട്ടിയെ പോലെ കൂട്ടം കൂട്ടി ഇട്ടിട്ട് അങ്ങേരെ എടാ പോടാന്ന് വിളിച്ച് സൈഡിൽ മൂലനിട്ടിട്ട് നാടകം കളിക്കുന്ന. ഒന്ന് കളിച്ചേ. ഈ മലശാജി കൊണ്ട് തല്ലിച്ചില്ലേ? ഇപ്പൊ തെളിവല്ലേ നീ മലശാജി കൊണ്ട് തല്ലിച്ചേ? നീ എന്നോട് അഭിനയിക്കല്ലേ? എന്നെ അഭിനയിപ്പിക്കല്ലേ? തല്ലിച്ചില്ലേ? ഞാൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞില്ലേ എടി എനിക്ക് ആണുങ്ങളുണ്ട്, നിന്നെ തല്ലിക്കാൻ പറഞ്ഞില്ലേ? സ്ഥലം വിറ്റു. പെട്ടെന്ന് ഓടിപ്പോ വില്ലേജ് പോവാണ്. ഞാൻ ഭ്രാന്തിയാന്ന്. ഭ്രാന്തനെന്നുള്ള മഞ്ഞക്കാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീയും നിന്റെ മോനും കൂടെ. ഞാൻ അങ്ങനെ ഒറ്റക്കെട്ടടി. അങ്ങനെ ഞാൻ ഒറ്റക്കെട്ട എന്റെ തന്തയാണ്. എന്റെ ഭൂമി, എന്റെ അധീനത്തിൽ കിടക്കുന്ന ഭൂമി നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി? നിങ്ങൾക്ക് അപ്പൻ എഴുത്തന്നല്ലേ? എന്തോ നിങ്ങൾ അപ്പൻ എഴുത്തെന്നെങ്കിൽ നിങ്ങൾ എന്താ 30 സെന്റ്? ഈ 1.62 സെന്റിൽ 40 സെന്റിന് മാത്രമേ എനിക്ക് അർഹതയുള്ളൂ. ഏക്കർ ഞാൻ മേടിച്ചു തന്നിട്ടുണ്ട്. കേസിന് പോയിട്ടുണ്ടാക്കി. വെള്ളം നിറഞ്ഞു കോടതിയിൽ എന്ത് പറയുന്നു? അല്ല മമ്മി കോടതിയിൽ എന്ത് പറയുന്നു? എന്തെന്ന് കോടതിയിൽ? ഇത് കോടതി കള്ളസാക്ഷി പറഞ്ഞ സ്വന്തം അമ്മ. നിങ്ങൾ ഇതിനു മുന്നേ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? FIR എഴുതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നിയമം അറിയാമെങ്കിൽ നിങ്ങൾ FIR എഴുതിയിട്ടുണ്ടോ? അല്ല ഞാൻ അവരോടാ സംസാരിക്കണം. ഞാൻ FIR എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ സാക്ഷി പറഞ്ഞിട്ടില്ലേ FIR-ല? അന്ന് നമുക്ക് കാണാം. പിന്നെ ഉറപ്പായിട്ടും നിങ്ങള് FIR-ൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങൾ കോടതിയിൽ ജഡ്ജി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെനിക്കെന്താ ഒന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇവളാ? ഞാൻ പറയാറില്ല. ഇവളാണ്? ഇവളല്ലേ? പിന്നെ അതിനെന്താ? നിങ്ങൾ പോയി എവിടെയെങ്കിലും വിഷം കഴിച്ച് ചാവ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ആയിക്കോ, ആർക്ക് വേണം ഇത്? സമാധാനം ഇല്ലാത്ത നമുക്ക് എന്താ ആവശ്യം? ഈ സമാധാനം ഇല്ലാത്ത ഈ കുടുംബത്തിൽ എന്താവശ്യം? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഇത് അവകാശിയാണ്. സംസാരിച്ചിട്ടുണ്ടല്ലോ, കള്ളത്തിനും പൊളിഞ്ഞില്ലേ? കുറച്ചേരം കഴിയുമ്പോ അവൻ നീ പറഞ്ഞു കൊടുത്തിട്ടാണോ പറഞ്ഞേ? ഭയങ്കര ഇവർക്ക് ഏതാണ്ടല്ലേ ഇളക്കമാണ് കേട്ടോ. ഞങ്ങള് സ്ഥലം വന്ന ആളോട് ഇത് ഞങ്ങള് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു വിട്ടാണ്. കിട്ടുന്ന പൈസക്ക് വിറ്റോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇത് അവകാശിയാണ്. രണ്ടവകാശിയുണ്ട് ഇവിടെ. തോട്ടി പോകുന്നു. നീയും നിന്റെ മകനും കൂടെ കൊണ്ട് പ്രാന്താശുപത്രിയിൽ കെട്ടിയോനെ ഇട്ടിട്ടേ അവിടുന്ന് രാഖി രാമാനെ കെട്ടിയോ